നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഒരു മുഴം മുന്നേ എറിയാൻ BJP തയ്യാറെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി സുപ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണ പരിപാടികൾ ഏകോപിപ്പിക്കാനാണ് പാർട്ടിയുടെ നീക്കം. ഈ മാസം 15-ന് മകരസംക്രാന്തിക്ക് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കേന്ദ്രമന്ത്രിമാരടങ്ങുന്ന രാജ്യസഭാ MP-മാർ ഇത്തവണ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സരിക്കും. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും പ്രയോഗിച്ച അതേ തന്ത്രങ്ങൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP പ്രയോഗിക്കും. ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയായിരിക്കും പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുക. സിറ്റിംഗ് MP-മാർക്കെതിരെയുള്ള വികാരം നേരിടാൻ പുതുമുഖങ്ങളെ കളത്തിലിറക്കും. 2-ൽ കൂടുതൽ തവണ MP ആയവർ, മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തവർ എന്നിവരെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. കേന്ദ്രമന്ത്രിമാരും രാജ്യസഭാംഗങ്ങളുമായ നിർമ്മല സീതാരാമൻ, ഹർദീപ് സിംഗ് പുരി, S ജയശങ്കർ, V മുരളീധരൻ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. തെരഞ്ഞെടുപ്പിൽ യുവാക്കൾ, സ്ത്രീകൾ എന്നിവർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകും. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളും യുവാക്കളും പാർട്ടിയെ പിന്തുണച്ചെന്നാണ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. വനിതകൾക്ക് വേണ്ടി നടപ്പാക്കിയ വിവിധ ക്ഷേമ പദ്ധതികൾ സ്ത്രീ വോട്ടർമാരെ പാർട്ടിയിലേക്ക് അടുപ്പിച്ചെന്നും നേതൃത്വം കരുതുന്നുണ്ട്. സ്ത്രീകൾ, പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ എന്നിവരെ പ്രത്യേകം പരിഗണിക്കണമെന്ന് കഴിഞ്ഞയാഴ്ച ചേർന്ന ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP അപ്രതീക്ഷിത നീക്കത്തിന് പദ്ധതിയിടുന്നുണ്ട്. നരേന്ദ്രമോദി വാരാണസിക്ക് പുറമെ തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചേക്കുമെന്നാണ് പാർട്ടി സൂചന നൽകുന്നത്. വാരാണസിക്ക് പുറമെ പൗരാണിക ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാമേശ്വരം ഉൾപ്പെടുന്ന രാമനാഥപുരം, കേരളവുമായി അതിർത്തി പങ്കിടുന്ന കന്യാകുമാരി എന്നീ മണ്ഡലങ്ങളാണിപ്പോൾ ചർച്ചയിലുള്ളത്. ഈ നീക്കം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. മോദി ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വം കരുതുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസി, വഡോദര എന്നീ മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു. എന്നാൽ 19 തെരഞ്ഞെടുപ്പിൽ വാരാണസിയിൽ മാത്രമാണ് മത്സരിച്ചത്. തൃശ്ശൂരിൽ BJPയുടെ സ്ത്രീശക്തി റാലിയിൽ 10,000-കണക്കിന് സ്ത്രീകളെ അണിനിരത്തിയ സംഘടനാ മികവിന് പ്രധാനമന്ത്രി മോദി സംസ്ഥാന BJP അധ്യക്ഷൻ K സുരേന്ദ്രനെ ആഹ്ലാദം അറിയിച്ചിരിക്കുകയാണ്. ആദ്യമായി ലഭിച്ച നിയമസഭാ പ്രാതിനിധ്യം നഷ്ടപ്പെടുത്തിയ നേതാവെന്ന വിമർശനത്തിൽ നിന്ന് കരുത്തുറ്റ സംഘടനാ സംവിധാനം ഒരുക്കിയ പ്രസിഡന്റ് എന്ന ഖ്യാതിയാണ് ഇതിലൂടെ സംസ്ഥാന പ്രസിഡന്റിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാർത്താ പ്രാധാന്യം ഏറെ നേടിയെങ്കിലും സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് BJPക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു. എന്നാൽ സ്ത്രീശക്തി റാലിയുടെ വിജയം അത് മറികടക്കുന്നതായിട്ടാണ് പാർട്ടിക്കുള്ളിലും പുറത്തുമുള്ള വിലയിരുത്തൽ. പ്രതീക്ഷിച്ച പോലെ സ്ത്രീകളുടെ വൻ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനായത് BJPയിൽ വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്.